ദേവീ ശരണം അമ്മേ, തൃക്കൺ പാർത്താലും അമ്മേ, വ്രണിതഹൃദയരാം ഭക്തവൃന്ദങ്ങളൻപിൻ നോക്കിന്നായി കാത്തു നിൽപ്പൂ ഇലക്കുമ്പിളിൽ പൂക്കളോടെ മുക്കണ്ണൻ തൻ ഗൃഹസ്ഥേ അഴലുകളവിടുന്നർക്കനാഷാഢമേഘം നീക്കും പോലെ മുടിക്കാൻ കനിയുക കുനിയും ശീർഷലക്ഷങ്ങൾ കാണുകേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 35-ാമത്തെ അധ്യായം. മന്ത്രസിദ്ധ്യുപായം ദേവി ഹിമവാന് വിവരിച്ചു കൊടുക്കുന്നു. നമുക്ക് വേണ്ടി ഭാഗവതത്തിലൂടെ, ദേവി ഭാഗവതത്തിലൂടെ പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. ഒരു നാസികയിൽ കൂടി ആ പുറത്തുള്ള വായുവിനെ ഉള്ളിലേക്ക് എടുത്ത് അതിനെ, അതായത് 16 മാത്ര നേരം എടുത്ത് 64 മാത്ര നേരം അത് ഉള്ളിൽ വെച്ച് 32 മാത്ര നേരം കൊണ്ട് പുറത്തേക്ക് വിടുക. ഇതിനെ പൂരകം, കുംഭകം, രേചകം എന്നാണ് ഇതിന് പറയുക. പൂരക കുംഭക രേചകൈഹി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂരകം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പ്രാണവായുവിനെ എടുക്കുക. കുംഭകം എന്ന് പറഞ്ഞാൽ അതിനെ ഉള്ളിൽ, കുംഭത്തിൽ, നമ്മുടെ വയറ്റിൽ അതിനെ നിർത്തുക. രേചകം എന്ന് പറഞ്ഞാൽ അതിനെ പുറത്തു വിടുക. ആ പ്രാണായാമം ചെയ്യുക. ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ പറഞ്ഞ വിധത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് പല സിദ്ധികളും ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. ക്രമമായി അഭ്യസിച്ച് വേണ്ട വിധത്തിൽ ഇങ്ങനെ പതുക്കെ ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ആസനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ടൊക്കെ നമ്മൾ അതിനു മുമ്പ് യമം നിയമം കഴിയണം. ആ യമം നിയമം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രാണായാമം, യമം നിയമം ആസനം. ആ ആസനത്തിൽ ഇരുന്നു കൊണ്ട് വേണം 4ാമത്തെ പ്രക്രിയയായിട്ടുള്ള പ്രാണായാമത്തിലേക്ക്. അതങ്ങനെ നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് ദേഹത്തിൽ നിന്നും ആദ്യം വിയർപ്പുണ്ടാവും എന്നാണ് പറയണത്. അതിനെ അധമ പ്രാണായാമം എന്നാണ് അത്രേ പറയുക. കുറേ കഴിഞ്ഞാൽ വിയർപ്പ് നിൽക്കും, പിന്നെ ശരീരമാസകലം വിറയ്ക്കാൻ തുടങ്ങുന്നതാണ് പറയണത്. അങ്ങനെ വിറയലുണ്ടാകുന്ന സമയത്ത് അത് മധ്യമ പ്രാണായാമമായി എന്നാണ് പറയണത്. അപ്പം പിന്നെ ഉത്തമ പ്രാണായാമത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ പറയണത് എന്താണ് എന്ന് ചോദിച്ചാൽ ഭൂമിത്യാഗ പരോമത. ഭൂമിയെ വിട്ട് മേലോട്ട് സ്വയം ഈ ശരീരം പൊങ്ങും എന്നാണ് പറയണത് ഉത്തമ പ്രാണായാമം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പ്രാണായാമത്തിൻ്റെ 3ാമത്തെ ആ പടിയിലേക്ക്, അഥവാ മധ്യമം കഴിഞ്ഞ് ഉത്തമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ യോഗാസനത്തിലൊക്കെ ഇരുന്ന് പ്രാണായാമം ചെയ്യുന്ന സിദ്ധപുരുഷന്മാരുടെ അവർ പതുക്കെ ഭൂമിയിൽ നിന്നും അവരിങ്ങനെ പതുക്കെ മുകളിലേക്ക് പൊങ്ങി വരുന്നൊക്കെയാണ് പറയണത്. അപ്പം അങ്ങനെയുള്ള ചില സിദ്ധപുരുഷന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ കാണാനാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുംഭമേളയിലൊക്കെ പോകുന്ന സമയത്ത് ചില സിദ്ധപുരുഷന്മാർ ഇതൊക്കെ ചെയ്യാറുണ്ട്. അവർ വനത്തിലൊക്കെ ഗുഹകളിലിരുന്നു കൊണ്ട് ഇതേമാതിരി പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് സിദ്ധി വരുത്തിയത് കാരണം കൊണ്ട് അവർക്ക് അതൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ആ തലത്തിലേക്ക് പോകുമ്പോൾ ആ ശരീരത്തിൻ്റെ ഭാരമൊക്കെ വളരെ കുറഞ്ഞു പോവും അവർക്ക്. എന്നിട്ട് അവരിതാ ഇങ്ങനെ പതുക്കെ മേൽപോട്ട് പൊങ്ങാൻ തുടങ്ങുന്നതാണ് പറയണത്. അത് ഉത്തമമാണ് എന്ന് പറയും. ഇതൊക്കെ സിദ്ധികൾ കൂടുന്നു പറഞ്ഞില്ലേ നേരത്തെ, അതാണ്. പക്ഷേ ആ സിദ്ധികൾ കൂടുന്ന സമയത്ത് പലരും ആ സിദ്ധികളുടെ പിന്നിൽ പോയും അത് കാണാൻ ആൾക്കാർ വരും, ഈ സിദ്ധികൾ കാണിക്കും. പിന്നെ കുറേ ശിഷ്യഗണങ്ങളായി, കുറേ പൈസയായി, ഇതായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധിയിൽ കൂടി ആ മുക്തി എന്നുള്ളതൊന്നും ആ ഭാഗത്തേക്കൊന്നും പോകാൻ അവർക്ക് കഴിയാതെ കണ്ടാവും. മായയുടെ വശത്ത് പെടുന്നർത്ഥം. ഇതൊക്കെ ഇവിടെയൊക്കെ മായകൾ വരും നമ്മളെ
ഉപദ്രവിക്കാനായിട്ട് ദേവിയുടെ ആ മായയൊക്കെ ത്യജിച്ചുകൊണ്ട് ഇതിലൊന്നും നിസ്സാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും കാണിച്ച് നടക്കാതെ കണ്ട് ഇതിലൊന്നുമല്ല എൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി ആരാണോ മുന്നോട്ട് പോകുന്നത് അവരിത് അതൊക്കെ കടന്ന് മുക്തിമാർഗം വരെ പോകാൻ കഴിയും അവർക്ക്. ഇല്ലെങ്കിൽ ഈ സിദ്ധിമാർഗത്തിൽ തന്നെ കടന്ന് ചുറ്റിക്കഴിയും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിനെ ഈ ഉത്തമമായിട്ടുള്ള ഈ പ്രാണായാമ അവസ്ഥ ഉണ്ടാകുന്നതുവരെ അഭ്യസിച്ച് ശീലമാക്കി കഴിഞ്ഞാൽ തേജസ്, ലാഘവം തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വിഷയങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് പിൻവലിച്ച് അടക്കി നിർത്താൻ ഉള്ള ഉപാധിയെയാണ് അടുത്തതായിട്ട് പറയണത് പ്രാണായാമം പ്രത്യാഹാരം എന്ന് പറയണത്. അലഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ അതിൽ നിന്നും പിൻവലിപ്പിക്കുക. കാലിൻ്റെ പെരുവിരല്, നെരിയാണി, മുട്ട, തുട, മൂലാധാരം, ലിംഗം, നാഭി, ഹൃദയം, കഴുത്ത്, കണ്ഠം, തൊണ്ട, നാസിക, ഭ്രൂമധ്യം, ശിരസ്, മൂർധാവ്, ദ്വാദശാന്തം എന്നിവയിലെ യഥാവിധി പ്രാണവായുവിനെ നിർത്തുന്നതാണ് ധാരണ എന്ന് പറയുന്നത്. പ്രത്യാഹാരം കഴിഞ്ഞ് അടുത്തത് ധാരണ. അന്തർഭാഗത്ത് ചൈതന്യം സ്ഫുരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി ആ മനസ്സിൽ തൻ്റെ ഇഷ്ടദേവതയെ ധ്യാനിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ജീവാത്മാ പരമാത്മാക്കളെ സമത്വഭാവനയോടെ സദാ ഒന്നായി കണ്ട് അനുഭവിച്ച് ഇരിക്കുന്നതിനെ സമാധി എന്ന് പറയുന്നു. ഇങ്ങനെ അഷ്ടാംഗയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് എന്ന് ആദ്യം ആ യോഗമാർഗത്തെ, അഷ്ടാംഗ യോഗമാർഗത്തെ അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പം ഈ അഷ്ടാംഗ യോഗങ്ങൾ പതഞ്ജലി പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? ഞാൻ ആദ്യത്തെ 1-2 ദിവസം അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കണം. അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ കണ്ട് അതിനും പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടവേറൊക്കെ പൂവും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് വേണ്ടത് മാതിരി ഇപ്പം ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കട്ടിലിൽ കിടന്ന ഉരുണ്ട് താഴത്ത് വീഴും, താഴത്ത് കിടന്ന ഉരുണ്ട് കയറും. അങ്ങനെയുള്ളവർ ഇതൊന്നും നമുക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? പല വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ജലദോഷങ്ങൾ, കഫങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം ഇല്ലാതെ കണ്ടാവും. അങ്ങനെ പല ഗുണങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അതൊക്കെ നമുക്ക് വരുന്നതാണ്, ഇല്ല എന്ന് പറയാനില്ല. ഭഗവാൻ അമൃതമഥനം, പാലാഴി മഥനം ചെയ്യാനായിട്ട് ഉപദേശിച്ച സമയത്ത് നമ്മൾ ഭാഗവത മഹാപുരാണത്തിൽ കണ്ടല്ലോ. ഇന്ദ്ര ആ സമുദ്രം കടയുന്ന സമയത്ത് പല സാധനങ്ങളും അതിനകത്തുനിന്ന് വരും കേട്ടോ, ഒരുപാട്. പക്ഷേ ശ്രദ്ധ എന്തിലുണ്ടാവണം? അതിലൊന്നും ഉണ്ടാവരുത്. അതിൻ്റെ പിന്നിലൊന്നും ഓടാൻ നിൽക്കരുത്. അതിൻ്റെ പിന്നിലൊക്കെ ഓടാൻ നിന്നാൽ പിന്നെ കാര്യത്തിലേക്ക് പോവില്ല. കാര്യമെന്താ? അമൃതകുംഭം കിട്ടണം, അമൃതം കിട്ടണം. ആ അമൃതം സേവിച്ചാലേ അമരത്വം കിട്ടുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ ഈ വൃദ്ധാവസ്ഥ മാറുള്ളൂ, ശക്തി ഉണ്ടാവുള്ളൂ. നഷ്ടപ്പെട്ട സ്വർഗലോകം അസുരന്മാരിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതാണല്ലോ ലക്ഷ്യം. ആ ലക്ഷ്യം എന്നുള്ളത് അമൃതം കുംഭം, അമൃതം സേവിച്ച് അമരത്വരാകുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനെയൊക്കെ ത്യജിക്കണം. ഈ വരുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധ വെച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് നടപ്പായി എന്ന് വരില്ല കേട്ടോ.